ഡിഫറെന്റ് അപ്രോച്ച് ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത് തന്നെയാണ് സ്ക്രീനിൽ കണ്ടത്. ചിരിച്ചോ? തിരിച്ചു. എന്താണ് ഈ നിമിഷം എനിക്ക് പറയാം? അല്ല, ആളുകൾ ചിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. പക്ഷേ കുറച്ച് സ്ഥലത്തെങ്കിലും ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുന്നതാണ് വലിയ സന്തോഷം. അങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, ചിരിപ്പിക്കുക, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത സിനിമയാണ്. കുറച്ചൊക്കെ ചിന്തകളൊക്കെ അതിൻ്റെ കൂടെ പോകുമായിരിക്കും. സ്റ്റിൽ ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നാട്ടിൽ ഇതുപോലത്തെ നിരവധി സ്പാകളുണ്ട്. പക്ഷേ ഈ സ്പാ എബ്രിഷൈൻ ഫാൻ. അതെ. പക്ഷേ ഇതിനകത്ത് ഓരോ ക്യാരക്ടർ സ്ത്രീ കഥാപാത്രങ്ങളിൽ കൂടുതലായിട്ട് മെയിൽ ക്യാരക്ടേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എത്രത്തോളം റിസർച്ച് ചെയ്തത്? കുറച്ച് റിസർച്ച് ഉണ്ട്, കുറച്ച് ഇമാജിനേഷൻ ഉണ്ട്. എങ്ങനെയായിരുന്നു ഓരോ ക്യാരക്ടറും? അല്ലല്ല, അതെല്ലാം ഇമാജിനേഷനാണ്. പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരാളെ കണ്ടുകൊണ്ട് എഴുതിയതല്ല. അത് കുറച്ചൊരു ഒരു ക്രിയേറ്ററുടെ, ഒരു റൈറ്ററുടെ ഒരു ഇമാജിനേഷൻ വരുമല്ലോ. ഈ അഡൽ കോമഡി എന്ന് പറഞ്ഞ സിനിമകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും, പക്ഷേ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അത് എന്താണ് ശരിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒന്നുമില്ല, ഞാൻ പറയുന്നത് ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഞാൻ പറയുന്നൊരു സിനിമ തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ കുറേ പോയിൻറ്റ്സിൽ, കുറേ മുഹൂർത്തങ്ങൾ ആളുകൾ ചിരിക്കുമല്ലോ. ആ ചിരിയുടെ ഇടങ്ങളിൽ ചിലപ്പോൾ ചിന്തകൾ പോകാം. ആ ചിരിയുടെ മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, ആ പോയിൻറ്റ്സ്. പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ചെറിയ ഏരിയകളുണ്ട്. ഞാൻ ചില ഏരിയയിൽ ഹിന്ദിയും ഇംഗ്ലീഷും കുറച്ചുണ്ട്. കുറച്ച് ഏരിയയിൽ അവിടെ ആക്ച്വലി ഞാൻ മലയാളം സബ്ടൈറ്റിൽ ഇട്ടില്ല, ആളുകൾ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട്. അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് അറിഞ്ഞുകൂടാത്തതുള്ളൂ. അല്ലെങ്കിൽ അത് ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വരിക, സമയം കിട്ടുന്നതനുസരിച്ച് വരിക, തിയേറ്ററിൽ വരിക, ഒരുമിച്ച് കൂട്ടം കൂടിയിരുന്ന് കാണേണ്ട സിനിമയാണ്. ഒറ്റയ്ക്ക് കാണുന്നതിനേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു തിയേറ്ററിലൊരു പകുതിയോളം ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് കണ്ടാൽ. അങ്ങനെയാണല്ലോ ചില ഉത്സവങ്ങൾക്ക് പോവുക, ചില സ്ഥലങ്ങൾക്ക് ഒരുമിച്ച് ഗ്യാദർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില രസങ്ങളില്ലേ, അത്തരത്തിലുള്ള രസത്തിനുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിലുള്ള മുഹൂർത്തങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടപ്പോഴും ആളുകൾ ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ ആസ്വദിക്കാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വരൂ തിയേറ്ററിലേക്ക് എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.